ADMന്റെ മരണത്തിൽ ആരോപണ വിധേയായ ദിവ്യയെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കി CPM. ദിവ്യ പാർട്ടിയുടെ യശസ്സിന് കളങ്കം വരുത്തിയെന്നും CPM വിലയിരുത്തൽ. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഏറ്റവും അവസാനം ദിവ്യക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുന്നു പാർട്ടിക്ക്. ഇന്ന് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും ദിവ്യയുടെ മേൽ ഉള്ള ആരോപണം പാർട്ടിക്കുണ്ടാക്കുന്ന തലവേദന ഒട്ടും ചെറുതല്ല. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ജനങ്ങൾക്കിടയിൽ എല്ലാം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇത്രയും നാൾ പാർട്ടി കൈക്കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം PP ദിവ്യയെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും CPM ഒഴിവാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ പാർട്ടിക്കുണ്ടാക്കിയത് വലിയ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ വേണ്ടി CPM നേതൃത്വം തീരുമാനിച്ചത്. ഒരു 2 വരിയിലാണ് ഇത്തരത്തിലൊരു നടപടി CPM ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: പാർട്ടിയുടെ യശസ്സിന് കളങ്കം ഏൽപ്പിക്കുന്ന വിധത്തിൽ പെരുമാറിയതിന് CPM ജില്ലാ കമ്മിറ്റി അംഗം PP ദിവ്യയെ പാർട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. വെറും 2 വരിയിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ നടപടിയെടുക്കാൻ തീരുമാനിച്ചെന്നൊരു വിവരം നമ്മൾ നൽകിയിരുന്നു. ആ നടപടി ഇപ്പോൾ ശരിയായിരിക്കുന്നു. ആ വസ്തുത ഇപ്പോൾ പാർട്ടി നേതൃത്വം തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ PP ദിവ്യയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് അതൊരു തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ കൂടിയാണ്. ജാമ്യം കിട്ടിയെങ്കിൽ പോലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങാൻ പാർട്ടി നേതൃത്വം നിർബന്ധമായത്. ഇനി PP ദിവ്യ വെറുമൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി പാർട്ടിയിൽ തുടരും. വിനോദ്, അങ്ങനെ തന്നെയാണ്. PP ദിവ്യ, മിഥുൻ പിള്ള, നമ്മൾക്കറിയാം PP ദിവ്യ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവിടെ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അവർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹിയാണ്. കരിക്കുലം കമ്മിറ്റി അംഗമായിരുന്നു. അത് ഒഴിവാക്കിയെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി നേരത്തെ അറിയിച്ചതാണ്. അതുകൂടാതെ സിൻഡിക്കേറ്റ് അംഗമാണ്. ഇങ്ങനെ പാർട്ടി നിരവധി സ്ഥാനമാനങ്ങൾ നൽകി അവരെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനങ്ങളെല്ലാം ഒഴിവാക്കി അവർ നിലവിൽ ഒരു പ്രാഥമിക അംഗം മാത്രമായി മാറുന്നു. അങ്ങനെയല്ലേ മിഥുൻ പിള്ള? തീർത്തും ഇപ്പോൾ ഈ പാർട്ടി നടപടി വന്നതോടുകൂടി PP ദിവ്യ ഇരണാവ് ബ്രാഞ്ചിലെ ഒരു അംഗം മാത്രമായി മാറും എന്നുള്ളതാണ്. കാരണം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ഒരു ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വലിയ തലവേദനയായ പശ്ചാത്തലത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി നിർബന്ധിതമായത്. അത് വലിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് CPM പോയതെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം സാധാരണഗതിയിൽ CPMന്റെ അച്ചടക്ക നടപടിയുടെ ഒരു രീതിയുണ്ട്. ശാസന, പരസ്യ ശാസന, താക്കീത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ പാർട്ടിയുടേതായ ഒരു രീതിയുണ്ട്. അതിനുശേഷമായി തരം താഴ്ത്തൽ അടക്കമുള്ള നടപടിയിലേക്ക് പോവുക. സാധാരണഗതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് ആണ് സാധാരണഗതിയിൽ തരം താഴ്ത്തൽ ഉണ്ടാവുക. എന്നാൽ ഇത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് PP ദിവ്യയെ തരം താഴ്ത്തിയിരിക്കുന്നത്. അത് പാർട്ടിക്ക് ഈ PP ഉണ്ടാക്കിയത് എത്രത്തോളം വലിയ ഒരു ഡാമേജ് ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി. വിനോദ്, അങ്ങനെ തന്നെയാണ്. PP ദിവ്യയെ കണ്ണൂരിൽ പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയമാക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PP ദിവ്യയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയാണ്. വാർത്തകൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.